പിന്നെ ഇസ്തിഹാലത്ത് അതാണിപ്പോ പറഞ്ഞല്ലേ. ദമുൽ ഇസ്തിഹാലത്ത് ഹുവ മാത്തറാഹുൽ മറുത്തു അഖല്ല മിൻ സലാസത്തി അയ്യാമിൻ അവ അക്സറ മിന്ന ഷറത്തി അയ്യാമിൻ. പിന്നെ 10 ദിവസത്തിലധികം അല്ലെങ്കിൽ 3 ദിവസത്തിൽ കുറഞ്ഞു കാണുന്ന ദമാണ് ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞു. അത് മാത്രല്ല, ഇനി വേറെ ശേഷം വരുന്നുണ്ട്. 40 ദിവസത്തിലധികം എന്താണ് നിഫാസ് നിലനിന്ന് കഴിഞ്ഞാല് അതും ഇസ്തിഹാലത്താണ്. ഗർഭമുള്ള സ്ത്രീകൾക്ക് കാണുന്ന രക്തം അതും ഇസ്തിഹാലത്താണ്. പിന്നെ എന്ന പോലെ ഈ 3-നേക്കാൾ കുറവ് 10-നേക്കാൾ അധികം എന്ന് പറഞ്ഞു. 10-നേക്കാൾ അധികം അല്ലാതെയും ചിലപ്പോ ഇസ്തിഹാദത്ത് ഉണ്ടാവും. ശേഷം മസല പറയുന്നുണ്ട്. പിന്നെ മുമ്പ് ആദത്തുള്ള പെണ്ണാണെങ്കിൽ ഇവൾക്ക് 10 ദിവസത്തിലധികം ദമ് നിലനിൽക്കുകയും ചെയ്താല് ആദത്തിലേക്ക് മടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് സാധാരണ 6 ദിവസമാണ് ഹൈലുണ്ടാകുക. അപ്പോൾ 1 മാസം എന്താണ് 6 കഴിഞ്ഞ് നിന്നില്ല, 7, 8, 9, 10 കഴിഞ്ഞിട്ട് നിലച്ചില്ല. അപ്പൊ എന്താക്കും? 6 ദിവസം ആയില്ലാന്ന് നോക്കും. അപ്പൊ 6-ലധികം ഉള്ളത് ഇസ്തിഹാലത്താണ്. 7-ാമത്തെ ദിവസം മുതൽ ഇങ്ങോട്ടുള്ളത് ഇസ്തിഹാലത്താണ്. അപ്പൊ 10-ലധികം ആകുക എന്ന് പറഞ്ഞത് മുമ്പ് ആദത്തില്ലെങ്കിലാണ്. ആദത്തുണ്ടെങ്കിൽ ആദത്തിലധികം ഉള്ളത് എന്താണ്? ഇസ്തിഹാലത്താണ്. അപ്പൊ ഈ പറഞ്ഞ 2 രൂപ അല്ല, വേറെ ഉണ്ട് എന്നർത്ഥം. പിന്നെ ഫർക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ദമുൽ ഹൈലും ദമുൽ ഇസ്തിഹാലത്തും തമ്മിലുള്ള ഫർക്ക് അൽ ജൗഹറത്തുൻ നയ്യിറയില് പറയുന്നുണ്ട്. വൽ ഫർഖു ബൈനഹു വ ബൈന ദമിൽ ഹൈലി അന്ന ദമൽ ഇസ്തിഹാലത്തി അഹ്മറു റഖീഖുൻ. അത് ഇസ്തിഹാലത്ത് രക്തം എന്ന് പറഞ്ഞാൽ സാധാരണ രക്തത്തിന്റെ തന്നെ കളറായിരിക്കും. അത് റഖീഖ് നേർത്ത രക്തമായിരിക്കും, കട്ടിയുള്ളതാവൂല, സാന്ദ്രത കുറഞ്ഞതായിരിക്കും. ലൈസലഹു റായിഹത്തുൻ, അതിനെന്തില്ല? റായിഹത്ത്, ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. രക്തത്തിന് ഒരു വാസന ഉണ്ടാവും, ഒരു ഗന്ധം ഉണ്ടാവും, അതതിനും ഉണ്ടാവും. അതല്ലാതെ വേറെ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ദമുൽ ഹൈലി, ഹൈല് രക്തം എന്ന് പറഞ്ഞത് മുത്തഗയ്യിറുൽ ലൗനി, നിറം വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഖാലിസായ ചോപ്പായിക്കോണമെന്നില്ല. സഹീനുൻ, അത് കട്ടി കൂടിയതായിരിക്കും. നെത്തിനുർ റായിഹത്തി, അതിന് ദുർഗന്ധം ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഫർക്ക് പറഞ്ഞെങ്കിലും അത് നോക്കിയിട്ട് എന്ത് തീരുമാനിക്കൂല? ഇസ്തിഹാലത്തും ഹൈലും വേർതിരിക്കൂല. ഇസ്തിഹാലത്തും എന്ന പോലെ ഹൈലും വേർതിരിക്കാൻ ഉള്ള മാനദണ്ഡം നേരത്തെ പറഞ്ഞ പോലെയാണ്. 3-ൽ കുറഞ്ഞിരിക്കുക, 10-ലധികമാകുക, അല്ലെങ്കിൽ മുഴത്താദത്താണെങ്കിൽ ആദത്തിലധികമാകുക, അല്ലെങ്കിൽ ഗർഭസമയത്ത് പുറപ്പെടുന്ന രക്തമാകുക, അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം പുറപ്പെടുന്നതാണ് പിന്നെ നിഫാസ് എന്ന് പറയുന്നത്. അപ്പോ കുട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പ് പ്രസവവേദന അനുഭവപ്പെടുമ്പോഴോ ഒക്കെ പുറപ്പെടുന്നതല്ല ഇസ്തിഹാലത്താണ്. ഇത് നോക്കിയിട്ടല്ല തീരുമാനിക്കുക. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് സാധാരണഗതിയിൽ ഹൈദ് എന്തായിരിക്കും? പിന്നെ മുത്തഗയ്യിറുൽ ലൗനായിരിക്കും. അതുകൊണ്ടാണ് മുമ്പ് എന്താണ് ഹുംറത്തും കുദ്റത്തും സുഫറത്തും എല്ലാം ഹൈലാണെന്ന് പറഞ്ഞപ്പോ ഹുംറത്തും പറയാൻ കാരണം അതാ. പിന്നെ അപ്പൊ ഇത് പൊതുവെ അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് നോക്കിയിട്ട് തീരുമാനിക്കൂല. ഹുക്കുമ് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞത് വെച്ചിട്ടാണ്. പിന്നെ ഇനി ഹുക്കുമുഹു ഹുക്കുമു ദമിർ റുആഫി ദായിമി ലാ യംനഉ സ്വലാത്ത വലൽ സൗമ വലൽ വത്ത്. നമ്മൾ ഇന്നലെ ഓതി. ഇനി വൈദാ സാദദ്ദമു അലാ 10 അയ്യാമിൻ വലിൽ മറുകത്തി ആദത്തും മഅറൂഫത്തുൻ. അതായത് ഇസ്തിഹാലത്തുള്ള സ്ത്രീകൾ 3 രീതിയിലുണ്ടാവും. ഒന്ന് മുഅ്താദത്തായിരിക്കും, ഒന്ന് മുബ്തദാത്തായിരിക്കും, ഒന്ന് മുത്തഹയ്യിറത്തായിരിക്കും. അതായത് പെണ്ണിന് ആദ്യമായിട്ടുണ്ടായ ദമ് പ്രായപൂർത്തിയായ ശേഷം അല്ലെങ്കിൽ 9 വയസ്സ് ഹൈലിന് സാധ്യതയുള്ള ആ വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഉണ്ടായ ദമ് തന്നെ എന്ത് ചെയ്തു? അക്സറുൽ ഹൈദ് കഴിഞ്ഞ് വിട്ടു കിടന്നു. 10 ദിവസത്തിൽ നിന്നില്ല, അത് കഴിഞ്ഞ് വീണ്ടും നിലനിന്നു. അവളെ കുറിച്ച് മുബത്തദിയത്ത് എന്നറിയും, അല്ലെ മുബത്തദാത്ത് എന്നറിയും. അപ്പൊ ദമ് തുടങ്ങപ്പെട്ടവളിന് ആദ്യം ഉണ്ടായത് തന്നെ ഇസ്തിഹാദത്താകും, അതിൽ തന്നെ കൂട്ടണം. അല്ല മുമ്പ് ഒരിക്കലെങ്കിലും എന്തുണ്ടായി? പിന്നെ ഹൈലുണ്ടായി, നിലച്ചു. അത് എന്താണ്? ഈ 10 ദിവസത്തിൽ കുറഞ്ഞ സമയത്ത് തന്നെ നിലയ്ക്കുകയും ചെയ്തു, അല്ലെ 10 ദിവസത്തിൽ നിലച്ചു. അപ്പൊ എന്നിട്ട് ഇവൾക്ക് പിന്നെ രണ്ടാമതോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവണ ഉണ്ടായതെങ്കിൽ പിന്നെ രണ്ടാമത്തെ തവണ ഉണ്ടാവുമ്പോ അത് ഇസ്തിഹാദത്തായി. അപ്പൊ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും മുമ്പ് ഉണ്ടായി എന്നർത്ഥം.
എന്നിട്ട് ഈ ആദത്ത് ഇവൾക്ക് ഓർമ്മയുണ്ട്, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഓർമ്മ ഉണ്ടെങ്കിൽ എന്താക്ക, അതിലേക്ക് തന്നെ മടക്കാം. ഇവൾക്ക് മുഴത്താദത്ത് എന്ന് പറയും. അല്ല, ഇനി ആദത്ത് ഉണ്ടായിരുന്നു, മുമ്പ് ദമുണ്ടായവളാ, പക്ഷെ ഇവൾക്ക് എന്തില്ല, ആ ആദത്ത് എത്രയായിരുന്നു ഓർമ്മയില്ല, അത് മറന്നുപോയി. അപ്പൊ അവളെ കുറിച്ച് മുത്തഹയ്യറത്ത് എന്ന് പറയും. അപ്പൊ ഇവരുടെ മൂന്നാളുടെ ഹുക്മ് വേറെ വേറെ. പിന്നെ അത് ഷാഫി ഫിഖിലും അങ്ങനെ തന്നെയാണ്. മുഴത്താദത്തും എന്ന പോലെ, പിന്നെ മുബത്തദാത്തും എന്ന പോലെ മുത്തഹയ്യറത്തും ഉണ്ട്. ഇനി വൈദാ സാദദ്ദമു അലാ അശറത്തി അയ്യാം, ദം ഏത് 10 ദിവസത്തിലധികം നിലനിന്നു. വലിൽ മറയത്ത്, ഈ സ്ത്രീക്കുണ്ട് ആദത്തും മഅറൂഫത്തും, അറിയപ്പെട്ടൊരു ആദത്തുമുണ്ട്. എന്നാല് റുദ്ദത്ത് ഇല അയ്യാമി ആദത്തിഹ, ഈ പിന്നെ ദം റദ്ദത്ത് എന്നായിരിക്കും. റദ്ദത്ത്, അവൾ ഇതിനെ മടക്കണം. ഇല അയ്യാമി ആദത്തിഹ, അവളുടെ ഇല അയ്യാമി ആദത്തിഹ, അവളുടെ പതിവ് ദിവസങ്ങളിലേക്ക് മടക്കണം. അപ്പോ എന്താണ്, കുറെ ഉണ്ടെങ്കിലോ, ഇവൾക്ക് എന്താണ് 40 വയസ്സായവളാണ്. സാധാരണ എല്ലാ മാസവും പോലെ എന്താണ് ദമുണ്ടാകുകയും ചെയ്യും, ഹൈലുണ്ടാകുകയും ചെയ്യും. ഇപ്പൊ 10-20 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് ഇസ്തിഹാലത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഏത് പതിവാ എടുക്കുക? മുമ്പ് എല്ലാ സമയവും 7 ദിവസം എന്നുള്ള, അല്ലെങ്കിൽ 6 ദിവസം, അല്ലെങ്കിൽ 5 ദിവസം എന്നുള്ള ഒന്നല്ല ഉള്ളത്. ചിലപ്പോൾ 5 ദിവസം, ചിലപ്പോൾ 7 ദിവസം, ചിലപ്പോൾ 9 ദിവസം. ഇങ്ങനെയാണെങ്കിൽ എന്താക്കും? അങ്ങനെയാണെങ്കിൽ അവസാനത്തതാ നോക്കുക എന്നാ. ഈ ഇസ്തിഹാലത്ത് ഉണ്ടാകുന്നതിന്റെ തൊട്ട് മുമ്പുള്ളത് എത്ര ദിവസമാണോ അതാണ് ഈ ആദത്ത് കൊണ്ട് ഉദ്ദേശിക്കുക. അങ്ങനെയാണ്. അപ്പൊ ആ ആദത്തിലേക്ക് മടക്കണം. ആദത്തിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ ഇവളുടെ ദമ് ആ പറഞ്ഞ 7, 6, 5 അല്ലെങ്കിൽ 8, 9, 10 ദിവസമാണ്. വമാ സാദ അലാ ദാലിക, ആ ആദത്തിനേക്കാൾ അധികമുള്ളത് ഫഹു ഇസ്തിഹാലത്തുൻ, അത് ഇസ്തിഹാലത്താണ്. അപ്പൊ എല്ലാ സ്ഥലത്തും 10 ദിവസത്തിനേക്കാൾ അധികമാകണമെന്നില്ല. ആദത്ത് 5 ദിവസമുള്ള പെണ്ണാണെങ്കിൽ കഴിഞ്ഞ മാസം എന്താണ് ദമുണ്ടായി, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം മാസം തന്നെ ആകണമെന്നില്ല, ഒരിക്കലെങ്കിലും മുമ്പ് ദമുണ്ടായി, അത് 5 ദിവസമായിരുന്നെങ്കിൽ 5-ലധികം ഉള്ളത് ഈ മാസം ഇസ്തിഹാലത്താണ്. അപ്പൊ എന്താവും, ഇവള് 5-ന്റെ അന്ന് മുതൽ നിസ്കരിക്കാൻ തുടങ്ങാൻ പറ്റൂലല്ലോ. ഇവള് 5-ന്റെ അന്നായപ്പോ എന്തായി, ദമ് നിലച്ചില്ലല്ലോ. അക്സർ 10 അല്ലേ, 10 വരെ കാത്തിരിക്കണം. 10 വരെ കാത്തിരുന്നിട്ട് 10 കഴിയുമ്പോഴാണ് 5 മുതലുള്ളത് ഇസ്തിഹാലത്തായിരുന്നു എന്ന് മനസ്സിലാകുക. അപ്പൊ 5 ദിവസത്തെ നിസ്കാരം കളാ കിട്ടണം. 5 ദിവസത്തെ നിസ്കാരം കളാ കിട്ടണം. നോമ്പാണെങ്കിലോ, നോമ്പ് പിന്നെ ഏതായാലും എന്താണ് കളാ കിട്ടിയല്ലേ മതിയാവുള്ളൂ. അപ്പൊ ആ 10 വരെ കാത്തിരിക്കണം. എന്നിട്ട് ഈ ആദത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കളാ കിട്ടണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിസ്കാരം കളാ കിട്ടണം, അതാണ് അതിനേക്കാൾ അധികം ഉള്ളത് ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞത്. ഇനി വൈനി ബിത്തദാത്ത്, മുബത്തദിയത്താണ്, ഇവള് തുടങ്ങിയവളാണെങ്കിൽ, മാൽ ബുലൂഗി, ബുലൂഗോടുകൂടെ ഇവളുടെ ദമ് തുടങ്ങിയവളാണെങ്കിൽ, മുസ്തഹാലത്തിന് എങ്ങനെ തുടങ്ങി? മുസ്തഹാലത്ത്, ഇസ്തിഹാലത്തോടുകൂടെ തുടങ്ങിയവളാണ് എന്ന് പറഞ്ഞാൽ ഇവൾക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന ദമ് തന്നെ 10 ദിവസത്തിലധികം കഴിഞ്ഞു എന്നർത്ഥം. എന്നാൽ ഹൈദുഹ, ഇവളുടെ ഹൈലാകുന്നത് 10 അയ്യാമിൻ, 10 ദിവസമാണ്. മിൻകുല്ലി ഷഹരിൻ, എല്ലാ മാസവും എന്താക്കണം? 10 ദിവസം. വൽബാക്കി ഇസ്തിഹാലത്തുൻ, അതിന് ശേഷമുള്ളത് ഇസ്തിഹാലത്താണ്. അപ്പൊ അതിന് ശേഷമുള്ള ഇസ്തിഹാലത്ത് എല്ലാ മാസവും 10 ദിവസം എന്ന് പറയുമ്പോ ഇവൾക്ക് ഒന്നുകിൽ തീരെ നിലക്കാതിരിക്കാം, തുടങ്ങിയ അന്ന് മുതല് 10 കൊല്ലം തുടരെയായിട്ട്, എന്ത് രോഗമല്ലേ, രോഗാകാലോ, 10 കൊല്ലം തുടരെയായിട്ട്. അപ്പൊ എല്ലാ മാസവും 10 ദിവസം എന്താക്കണം? ഹൈലാക്കി കണക്കൂട്ടുക. ബാക്കി 20 ദിവസം ഇസ്തിഹാദത്തും ആക്കുക. അപ്പൊ 20 ദിവസം നിസ്കരിക്കണം, 10 ദിവസം നിസ്കരിക്കണ്ട. ഈ 10 ദിവസത്തെ നോമ്പ് കഥാ കിട്ടണം. അങ്ങനെയാണ് പോവുക. അല്ലെങ്കിൽ എന്താണ്, ഓരോ മാസവും ഇടക്കിടക്ക് നിൽക്കുകയും ചെയ്യുക. 10-ലപ്പുറത്തായാൽ മതിയല്ലോ. എല്ലാ മാസവും ഈ പെണ്ണിന് 15 ദിവസം ദമ്മുണ്ടാവും. എന്നാല് ഈ 5 ദിവസം ഇസ്തിഹാദത്താണ്. 10 കഴിച്ചിട്ടുള്ള 5 ദിവസം ഇസ്തിഹാദത്താണ്. 15-ൽ അവിടെ നിൽക്കും. എന്നിട്ട് അടുത്ത മാസം എന്താവും? 15 ദിവസം ഉണ്ടാവും. പിന്നത്തെ മാസം 15 ദിവസം ഉണ്ടാവും. 15 എന്ന് പറഞ്ഞ ഉദാഹരണമാണ്. 15, 20, 25 ഒക്കെ ആകാം. അപ്പൊ അങ്ങനെ ഇടക്ക് മുറിഞ്ഞുകൊണ്ട് തുടർന്ന് നിലനിന്നാലും അല്ലാതെ നിലനിന്നാലും എന്താണ്, 10 ദിവസം ഹൈലാണ് എന്നർത്ഥം. അപ്പൊ ഈ 10 ദിവസം കൂട്ടലെങ്ങനെ? മാസത്തിന്റെ തുടക്കം മുതലാണ്, അല്ലെങ്കിൽ ഓരോ മാസവും രക്തം തുടങ്ങുന്നത് മുതലാണ് 10 ദിവസം കൂട്ടുക. മനസ്സിലായില്ലേ? പിന്നെ യുരീദു അശറത്തമ്മിൻ അവലിമാറത്ത് എന്നാണ്. പിന്നെ ഇവള് കണ്ട
ഒന്നിന്റെ തുടക്കം മുതലുള്ള 10 ദിവസം എന്നാണ്. പിന്നെ അപ്പൊ മാസത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി തന്നെ ദമ് തുടങ്ങിക്കോണമെന്നൊന്നുമില്ലല്ലോ അല്ലേ. അപ്പൊ ദമ് തുടങ്ങിയത് മുതൽ 10 ദിവസം ഹൈദ്, പിന്നെ 20 ദിവസം എന്താണ് ഇസ്തിഹാദത്ത്, പിന്നെ അന്ന് മുതൽ 10 ദിവസം ദമ് ഹൈദ്, പിന്നെ ആ 10 കഴിഞ്ഞിട്ട് 20 ദിവസം, അങ്ങനെ 10-20 എന്നുള്ള നിലക്ക് ആ ഹൈദും ഇസ്തിഹാദത്തുമായിട്ട് അങ്ങനെ പോകുന്ന അർത്ഥം. പിന്നെ ഇതുപോലെ തന്നെയാണ് നിഫാസിന്റെ അവിടെ അതിനുശേഷം വരുന്നുണ്ട്. ഇനി നിഫാസ് ആദത്തുള്ളതും ഇല്ലാത്തതിന് ശേഷം വരുന്നുണ്ട്. വൽ മുസ്തഹാലത്തു, ഈ ഇസ്തിഹാലത്തുള്ള അവരുടെ എന്താണ് തത്ഹീർ, ശുദ്ധി എങ്ങനെയെന്നാ പറയുന്നത്. വൽ മുസ്തഹാലത്ത് ഇസ്തിഹാലത്തുള്ള പെണ്ണും വമംബിഹി സലസുൽ ബൗലി, സലസുൽ ബൗല് ഉള്ള ആളും, മൂത്രം നിൽക്കാതെ ഒലിക്കുന്ന ആള്, വറുആഫുദ്ദായിമു എന്ന പോലെ മൂക്കിൽ നിന്ന് രക്തം നിരന്തരമായി ഒലിക്കുന്ന ആള്, വൽ ജുറുഹുല്ലദീ ലാ യർഖഉ എന്ന പോലെ അയാളിൽ എന്തുണ്ട്, ഒരു മുറിവുണ്ട്, അതിന്റെ രക്തം നിലയ്ക്കുന്നില്ല, അതിങ്ങനെ ഒലിച്ചോണ്ടേയിരിക്കുകയാണ്. രക്തം നിൽക്കുന്നില്ല, ഒലിച്ചോണ്ടേയിരിക്കുകയാണ്. രക്തം ഒലിച്ചാല് ഒതു മുറിയല്ലോ, മൂത്രം ഒലിക്കും പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്താണ് ഈ പറഞ്ഞതെല്ലാം ചെറിയ ശുദ്ധി ഉണ്ടാകുന്ന കാര്യമാണ്. ഇസ്തിഹാലത്ത് എന്താണ് ഒതു മുറിയുന്ന കാര്യമാണ്. ഹൈലല്ലല്ലോ, വലിയ ശുദ്ധി ഉണ്ടാവില്ല, ഒതു മുറിയുന്ന കാര്യമാണ്. എന്താ കുല്ലുമാഹറജമിനസബീലൈനി നവാഖിദുൽ പറഞ്ഞതല്ലേ. അപ്പോ ഇസ്തിഹാലത്ത് രക്തം പുറപ്പെട്ടാല്, പിന്നെ സലസുൽ ബൗല് പുറപ്പെട്ടാല്, രക്തം മൂക്കുന്ന രക്തം ഒലിച്ചോണ്ടിരുന്നാല്, ശരീരത്തുണ്ടായ മുറിവിൽ നിന്ന് രക്തം ഒലിച്ചോണ്ടിരുന്നാല്, ഇതെല്ലാം ചെറിയ ശുദ്ധി ഒതു മുറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവരെല്ലാം എന്ത് ചെയ്യണം, യതവല്ലഊന ലിവഖ്തി കുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിന്റെയും സമയത്തിന് ഒതു ഉണ്ടാക്കണം എന്ന. യതവല്ലഊന ലികുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിന്റെയും സമയത്തിന് ഒതു ഉണ്ടാക്കണം. ഏതാ ഓരോ നിസ്കാരം കൊണ്ട് ഉദ്ദേശിച്ചത്? ഓരോ ഫർള് നിസ്കാരവുമാണ് പറയുന്നത്, അല്ലാതെ സുന്നത്ത് നിസ്കാരമല്ല. പിന്നെ മുത്തഹയ്യറത്തിന്റെ മസല കിതാബിൽ പറയുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് മുബ്തദിയത്തും എന്ന പോലെ മുഅ്താദത്തും മുത്തഹയ്യറത്തും ഉണ്ട് ഇസ്തിഹാലത്തുള്ളവരെന്ന്. ഈ ലുബാബിന്റെ മുസന്നിഫ് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് മുത്തഹയ്യറത്തിന്റെ മസല അല്ല, ഈ 3 പേരുടെയും ദമിന്റെ മസലകൾ മൊത്തം വിശദീകരിക്കാൻ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അൽ മതാലിബുൽ മുസ്തതാബത്തു ഫിൽ ഹൈലി വൻ നിഫാസി വൽ ഇസ്തിഹാലത്തി എന്ന് പറഞ്ഞിട്ട് ഹൈലിന്റെയും നിഫാസിന്റെയും ഇസ്തിഹാലത്തിന്റെയും മസലകൾ മാത്രം വിശദീകരിക്കാനായിട്ട് എഴുതിയ കിതാബുണ്ട്. അതിൽ നോക്കുന്ന അവരിവിടെ തന്നെ പറയുന്നത്. ഈ മുത്തഹയ്യറത്തിന്റെ കാര്യം ഭയങ്കര പ്രയാസ. ഷാഫി മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പൊ ഈ പറഞ്ഞ എന്താണ്, മുസ്തഹാലത്തും സലസുള്ള ആള്, റുആഫും ജുറുഹുള്ള ആള് എല്ലാ നിസ്കാരത്തിനും ഒളു എടുക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാ നിസ്കാരവും കൊണ്ട് ഉദ്ദേശം പിന്നെ ഫർള് നിസ്കാര. ലികുല്ലി സലാത്തിൻ മഫ്റൂലത്തിൻ എന്നാണ് ഫർളായ നിസ്കാരം. അപ്പൊ വാജിബായ നിസ്കാരത്തിന് ഒളു ഉണ്ടാക്കണോ? അത് വേണ്ട. ഫർളും വാജിബും വ്യത്യാസമുണ്ട്. പെരുന്നാൾ നിസ്കാരം വാജിബാണ്. അപ്പൊ എന്ത് ചെയ്തു, പെരുന്നാൾ നിസ്കാരത്തിന് ഒളു ഉണ്ടാക്കി. പെരുന്നാൾ നിസ്കാരത്തിന് എന്ന് പറഞ്ഞാൽ ഒളു ഉണ്ടാക്കുന്നത് ലോറിന് മുമ്പേ ആയിരിക്കുമല്ലോ. എന്നാ ആ ഒളു കൊണ്ട് എന്ത് ചെയ്യുക, ലോറ് നിസ്കരിക്കാം. പിന്നെ ലോഹറിന് വേറെ ഒളു ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പൊ ഓരോ നിസ്കാരത്തിന്റെ വക്തിനും ആ ഒളു ഉണ്ടാക്കണം. അങ്ങനെ ഒളു ഉണ്ടാക്കിയാലോ, ഫയുസല്ലൂന ബിദാലിക്കൽ വുളൂഇ ഫിൽ വക്തി മാശാഉ മിനൽ ഫറായിദി, ആ വുളു കൊണ്ട് അവർക്ക് നിസ്കരിക്കാം. ഫിൽ വക്തി, ആ നിസ്കാരത്തിന്റെ സമയത്ത്. മാശാഉ മിനൽ ഫറായിദി, അവരുദ്ദേശിച്ചത്ര ഫർളുകൾ നിസ്കരിക്കാം. വന്നവാഫിലി, സുന്നത്ത് നിസ്കരിക്കാം. ഫർള് നിസ്കരിക്കാം, വാജിബാത്ത് നിസ്കരിക്കാം, അതായിട്ട് നിസ്കരിക്കാം, ഖളായിട്ട് നിസ്കരിക്കാം. ലോഹറിന് വുളു ഉണ്ടാക്കി, ഇന്നത്തെ ലോഹർ നിസ്കരിച്ച്, ഇയാൾക്ക് 4 ദിവസത്തെ ലോഹറും അസറും ഒക്കെ ഖള ഉണ്ട്, അതെല്ലാം അപ്പൊ തന്നെ നിസ്കരിക്കാം. അസറാകുന്നതിന് മുമ്പ് നിസ്കരിക്കണം എന്ന് മാത്രം. ഈ ഒളു കൊണ്ട്, ലോഹറിനടുത്ത ഒളു കൊണ്ട് അസറിന്റെ സമയം ആയതിനു ശേഷം എന്താണ് ഇന്നലത്തെ ഖള ഉള്ള ലോഹറൊന്നും നിസ്കരിക്കാൻ പറ്റൂല. അസറിന് ഏതായാലും വേറെ ഒളു ഉണ്ടാക്കണം. അപ്പൊ അതാ ഫിൽ വക്തി എന്ന് പറഞ്ഞ അതിനാ ആ ഒളു എടുത്ത വക്ത് ഉണ്ടല്ലോ, ആ നിസ്കാരത്തിന്റെ വക്തിൽ എത്ര ഫർള് വേണേലും നിസ്കരിക്കാം. ഷാഫി മദ്ഹബ് അനുസരിച്ചോ
ഒരു ഫറലല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, ഒന്നിലധികം ഫറൽ നിസ്കരിക്കാൻ പറ്റൂലല്ലോ, അതിന് വ്യത്യാസമുണ്ട്. പിന്നെ അപ്പൊ സമയം കഴിഞ്ഞാലോ ഫൈദ ഖറജൽ വക്തു, ഇയാൾ ഒതുവെടുത്ത ആ ഫർള് നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, അതായത് ലോഹറിനാണ് ഒതുവെടുത്തത്, ലോഹറിന്റെ സമയം കഴിഞ്ഞാൽ അസറിനെ ഒതുവെടുത്ത അസറിന്റെ സമയം കഴിഞ്ഞാല് ബത്തല ഉദൂഹും, അവരുടെ ഉദൂ ബാത്തിലായി. അപ്പൊ ഒതു മുറിഞ്ഞ് നടത്താം. മുമ്പ് ഒതു മുറിയുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടി കൂട്ടണം. ദായിമുൽ ഹദസ് ആവുമ്പോ സമയം കഴിഞ്ഞാല് ഒതു മുറിയും. ഒതു മുറിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കാന അലൈഹി മിസ്തീനാബുൽ ഉദൂഇ സ്വലാത്തിൻ ഉഖ്റ, മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യാ, ആ വേറെ ഒതു എടുക്കണം എന്നാ. പിന്നെ മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി ഒതു എടുക്കണം എന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ആ വക്തില് എന്താവൂല, ഇയാൾ ഒതു മുറിയില്ല, വക്തുവെള്ള നോക്കിയിട്ട്. അത് ഒതു മുറിയാനുള്ള വേറെ കാരണങ്ങൾ ഉണ്ടാകണം. അങ്ങനെ പിന്നെ ഇവിടെ വേറെ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളതിൽ ഉബാബിൽ പറയുന്നുണ്ട്. അതായത് ഈ ഉഴുതുറ് ആകല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പിന്നെ ഉഴുതുറാകണം എന്നുണ്ടെങ്കിൽ ആ ഫറലിന്റെ വക്തില് മുഴുവൻ ഈ ഉഴുതുറുണ്ടായിരിക്കണം എന്നാണ്, എന്നാലേ മഴദൂറായി കണക്കാക്കുള്ളൂ. ഈ പറഞ്ഞ സലസുൽ ബൗല് അല്ലെങ്കിൽ സലസുൽ രീഹു ആകാം, വായു പിന്നെ സ്ഥിരമായി വായു കീഴ്വായു പോകുന്ന രോഗമുള്ള ആള്, അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ ദമു പോന്ന എന്താണ് മൂക്കിൽ നിന്നോ മുറിവിൽ നിന്നോ അല്ലെങ്കിൽ സബീലൈനിൽ നിന്നോ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ ഒക്കെ ആളിനെ മഴദൂറായി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏത് നിസ്കാരത്തിന്റെ സമയമാണ് ആ നിസ്കാരത്തിന്റെ സമയം ആദ്യം മുതൽ അവസാനം വരെ ഇത് നിലനിൽക്കണം എന്നാണ്. അപ്പൊ ഫുള്ള് സമയം നിലനിന്നിട്ടില്ല, ഒന്ന് നിസ്കരിക്കാനും ഒതുവെടുക്കാനുള്ള സമയം, ഒതുവെടുത്ത് നിസ്കരിക്കാനുള്ള സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയമാണ് നിന്നതെങ്കിൽ, അതായത് ഒരു 6-7 മിനിറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഒതുവെടുത്ത് നിസ്കരിക്കാലോ, അത്രയും മിനിറ്റ് ഈ പറഞ്ഞ രക്തം ഒലിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇയാൾ മഴദൂറല്ല, ആ സമയത്ത് അയാൾ ഒതുവെടുത്ത് നിസ്കരിച്ചോണെന്നാണ്. അങ്ങനത്തെ സമയം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒതുവെടുത്ത് നിസ്കരിക്കണം എന്നാ. പിന്നെ എന്ന പോലെ ഈ ഷാഫി മദ്ഹബിൽ ഉള്ളതുപോലെ ഓരോ സമയത്തും ഇസ്തിൻജാ ചെയ്ത് വെച്ച് കെട്ടൊക്കെ വേണോ? അതിന്റെ ആവശ്യമില്ല എന്നാ. അപ്പോ ലായജിബു അലൽ മഅദൂരി ഗസ്ലു സൗബി വനഹ്വിഹി ഇദാ കാന ബിഹാലിൽ ലൗ ഗസലഹു തനജ്ജസ ഖബ്ലൽ ഫറാഗി മിനസ്സലാത്തി. ഇങ്ങനെ വെച്ച് പിന്നെ വസ്ത്രത്തിലൊക്കെ ആകും എന്നുണ്ടെങ്കിൽ അതെല്ലാം കഴുകേണ്ട ആവശ്യമില്ല. എപ്പോ നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരം തീരുന്നതിന് മുമ്പ് വീണ്ടും ഈ നജസ് പുറപ്പെട്ട് വസ്ത്രത്തിൽ നജസാകും എന്നുണ്ടെങ്കിൽ അതൊക്കെ അഫുണ്ട്, കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കെട്ടൽ ആവശ്യമുള്ളത് എപ്പോഴാ? ഇയാൾ കെട്ടിക്കഴിഞ്ഞാൽ അത് നിലക്കും എന്നുണ്ടെങ്കിൽ കെട്ടണം, ഇല്ലെങ്കിൽ കെട്ടണ്ട. അപ്പൊ ഇയാൾ മഴദൂർ അല്ലാതാകുകയും ചെയ്യും. അപ്പൊ മത്ത ഖദറൽ മഴദൂറു അല റദ്ദി സയലാനി ബി റിബാത്തിൻ ഔ ഹഷ്വിൻ, പുറമേ കെട്ടുക, അതാ റിബാത്ത് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ദ്വാരത്തിൽ എന്താണ് പഞ്ഞു പോലത്തെ നിറക്കുന്നതിനാണ് ഹഷ്വു എന്നറിയാം. ഈ രണ്ടാലൊന്ന് ചെയ്തിട്ട് ഈ രക്തം ഒലിക്കുക അല്ലെങ്കിൽ അതുപോലെ മൂത്രം ഒലിക്കലൊക്കെ തടയാൻ കഴിയുമെങ്കിൽ, അത് നിർത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൗക്കാന ജലസലായ സീലു, ഇരുന്ന് നിസ്കരിച്ചാലും ഒലിക്കൂല, വലോകാമസാല നിന്ന് നിസ്കരിച്ചാലും ഒലിക്കും. ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ വജബ റദ്ദുഹു, അപ്പൊ ഈ കെട്ടിയിട്ട് എന്നിട്ട് ഇരുന്നിട്ട് ഒക്കെ നിസ്കരിക്കൽ നിർബന്ധമാണ്. പിന്നെ അപ്പൊ ഇയാൾ എന്താകുകയും ചെയ്യും, ഹറജ അന്നയ്യക്കൂന സാഹിബ ഉതിരിൻ, ഇയാൾ ഉതിരുള്ള ആളാകുകയില്ല എന്നാ. അപ്പൊ അയാൾ ഉതിരുള്ള ആളല്ല, മഴദൂറല്ല. പിന്നെ ഇനി വന്നിഫാസു ഹുവ ദമുൽ ഖാരിജു അഖീബൽ വിലാദത്തി. നിഫാസ് ഇസ്തിഹാലത്ത് കഴിഞ്ഞ് നിഫാസാ പറയുന്നത്. നിഫാസ് അദ്ദമുൽ ഖാരിജു അഖീബൽ വിലാദത്തി, വിലാദത്ത് പിന്നെ പ്രസവം കഴിഞ്ഞ ഉടനെ പുറപ്പെടുന്ന രക്തത്തിനാണ് എന്ത് പറയാ, നിഫാസ് എന്ന് പറയാ. കുട്ടി പുറപ്പെട്ടതിന് ശേഷം എന്നാണ് വിലാദത്ത് എന്ന് പറഞ്ഞാല്. ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്താകണം, പൂർണ്ണമായും പുറപ്പെടണം എന്നാ. കുട്ടി പൂർണ്ണമായും പുറപ്പെട്ടതിന് ശേഷമുള്ളതാണ് നിഫാസ് എന്ന് തന്നെ. ഹനഫി മദ്ഹബില് വലൗ ബി ഖുറൂജി അക്സരിൽ വലദി, കുട്ടി പൂർണ്ണമായും പുറപ്പെടേണ്ട ആവശ്യമില്ല,
അതിന്റെ അക്സർ പുറപ്പെട്ടാൽ മതി, പകുതിയിൽ അധികം പുറപ്പെട്ടാൽ മതി. അത് ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒരു കായികയാണ്. അക്സറിന് കുല്ലിന്റെ ഹുക്കുമാണ്. അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് ആ കായിക അനുസരിച്ച് മസല പറയുന്നത്. അക്സറിന് കുല്ലിന്റെ ഹുക്കുമാണ്. അപ്പൊ ഇവിടെ അക്സറുൽ വലത് പുറപ്പെട്ടു കഴിഞ്ഞാല് കുല്ലുൽ വലത് പുറപ്പെട്ടതുപോലെയാണ്. അപ്പൊ അതിന് ശേഷം വരുന്ന ദമ് നിഫാസാണ്. അപ്പൊ അതിന് മുമ്പുള്ളതോ അതിനുശേഷം പറയും അത് ഇസ്തിഹാലത്താണ്. അപ്പോ എന്താണ് ഈ കുട്ടി പുറപ്പെടുക എന്ന് പറഞ്ഞത് അതിനെ ഇജ്ഹാലാക്കിയിട്ടാണെങ്കിലോ ഗർഭം അലസിപ്പിച്ചതാണ്. അപ്പൊ മരുന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ പുറത്തു പോകും, അങ്ങനെ ഉണ്ടാകുക. അപ്പൊ അങ്ങനെയാണെങ്കിലോ എന്നാലും അങ്ങനെ തന്നെ. അതുപോലെ മുത്തക്കത്തിയൻ ഒഴുതുവൻ ഓരോരോ അവയവങ്ങൾ ഇങ്ങനെ കഷ്ണം കഷ്ണമായി മുറിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, പ്രസവം നടന്നത്. എന്നാലും അക്സറുൽ വലത് പുറപ്പെട്ടതിന് ശേഷം വരുന്നത് നിഫാസാണ്. അപ്പൊ കുട്ടിയായിട്ട് എന്ത് വരണമെന്നില്ല, പ്രസവം എന്ന് പറയുന്നതിന് പുറത്തു വരണമെന്നില്ല. ഇങ്ങനെ അലസിപ്പിച്ചിട്ടൊക്കെ മാംസകഷ്ണങ്ങളായി പുറത്തു പോകുന്നതെല്ലാം എന്താവും, പ്രസവമായിട്ട് കൂട്ടും. അതിന് ശേഷമുള്ളതും എന്താണ്, നിഫാസാണ്. ഇനി വദ്ദമുല്ലതി തറാഹുൽ ഹാമിലു, ഗർഭമുള്ള സ്ത്രീ കാണുന്ന രക്തം. വമാ തറാഹുൽ മറുകത്തു ഫി ഹാലി വിലാദത്തിഹ ഖബല ഖുറൂജിൽ വലതി, കുട്ടി പൂർണ്ണമായും പുറപ്പെടുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ അക്സരി, കുട്ടിയുടെ അക്സർ പുറപ്പെടുന്നതിന്റെ മുമ്പ് കാണുന്ന രക്തവും ഇസ്തിഹാദത്തിന്. അത് രണ്ടും ഇസ്തിഹാദത്താണ്. അപ്പൊ കുട്ടി ഇങ്ങനെ പുറപ്പെട്ട് തുടങ്ങി, ചിലപ്പോൾ കുട്ടി പുറപ്പെട്ട് പ്രസവിച്ച് പൂർണ്ണത ആകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ സമയം എടുക്കും. പ്രസവം പ്രയാസമായി കഴിഞ്ഞാല് ആദ്യം തലയാണല്ലോ പുറത്തേക്ക് വരിക. അപ്പൊ തല പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കാം. ചിലപ്പോൾ പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഉടല് പുറത്തേക്ക് വരിക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് രക്തം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ തല മാത്രമാണ് പുറപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അക്സർ പുറപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ വരുന്ന ദമ ഇസ്തിഹാദത്താണ് അല്ലെ. ആ സമയത്ത് പെണ്ണ് നിസ്കരിക്കണം എന്നാ, ഇസ്തിഹാദത്തുള്ള സമയത്ത് നിസ്കരിക്കണ്ടേ. അപ്പോ എന്തായിട്ടില്ല, കുളിയർബന്ധം ഒന്നീ പ്രസവം നടക്കണം, എന്നാലേ കുളിയർബന്ധാവുള്ളൂ. അപ്പൊ പ്രസവം നടന്നിട്ടില്ലല്ലോ. കുട്ടി അക്സറുൽ വലത് വന്നാലേ എന്താവുള്ളൂ, വലിയ ശുദ്ധി ആവുള്ളൂ. എന്നാലും പിന്നെ കുളിക്കാൻ നിസ്കരിക്കുക. ഇപ്പൊ എന്താണ് ഒതെടുത്ത് നിസ്കരിക്കേണ്ട സമയമാണ് ആ അവസ്ഥയില്. അങ്ങനെ നിഫാസും ആയിട്ടില്ല, വിലാദത്തും ആയിട്ടില്ല. പിന്നെ വിലാദത്ത് കൊണ്ട് വലിയ ശുദ്ധി നിർബന്ധാവുക എന്നുള്ളതിൽ വിലാദത്ത് മാത്രം, അതായത് ജാഫായ ദമൊന്നും പുറപ്പെടാതെ വെറും കുട്ടി മാത്രം ജനിച്ചാല് വിലാദത്തുണ്ടായാല് പിന്നെ ഷാഫി മദ്ഹബിൽ എന്താവും, പിന്നെ കുളി നിർബന്ധാവും. ഹനഫി മദ്ഹബിൽ കുളി നിർബന്ധാവും അല്ലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട്, ശേഷം വരുന്നുണ്ട് അത്. പിന്നെ വമാ തറാഹുൽ മറഅത്തു ഫി ഹാലി വിലാദത്തിഹ ഖബല ഖുറൂജിൽ വലതി ഇസ്തിഹാദത്തിന്. അപ്പൊ ഈ രണ്ട് ഇതവും ഇസ്തിഹാദത്താണ്. അപ്പൊ എന്താക്കണം, ഒതു എടുത്ത് നിസ്കരിക്കണം. ഒതു എടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ തയമ്മം ചെയ്യണം. അതായത് ഈ പറഞ്ഞ അവസ്ഥയിൽ അവളുള്ളത്. എന്നാല് ചിലപ്പോൾ ഒതു എടുക്കാൻ കഴിയൂല, അപ്പൊ തയമ്മം ചെയ്യണം. എന്നിട്ട് ഇരുന്ന് നിന്നൊന്നും നിസ്കരിക്കാൻ കഴിയൂല, എന്നാലോ അപ്പൊ തൂമിയു ബിസലാത്തിൻ കണ്ടോ, നിസ്കാരം ഈമാ ആ ഇഷാറത്ത് കൊണ്ട് നിസ്കരിക്കണം. പല തുവഖിറും നിസ്കാരം ബന്ധിക്കാൻ യാതൊരു കുഴപ്പമില്ല എന്നാ. ഇനി വാ അഖല്ലുൻ നിഫാസി, നിഫാസിൽ ചുരുങ്ങിയതിന് ലാ ഹദ്ദലഹു, അതിന് ആ പരിധിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ലഹലത്ത്, ഒരു തുള്ളി രക്തം പുറപ്പെട്ടാലും അതിന് നിഫാസാണ് എന്നർത്ഥം. അക്സറുഹു അർബഊന യൗമൻ. കല്ലുൻ നിഫാസ് ലാ ഹദ്ദലഹു എന്ന് പറഞ്ഞതിന് പിന്നെ അത് ഇദ്ദ തീരുന്ന വിഷയത്തിൽ ഈ നിഫാസ് പരിഗണിക്കുമ്പോഴല്ല എന്ന് പറയുന്നുണ്ട്. അതിന് 25 ദിവസം വേണം. അത് ഇദ്ദന്റെ അവിടെ പറയും. ഇതിപ്പോ നിഫാസ് ആകാൻ എന്ത് പിന്നെ അക്കല്ല് ഹദ്ദില്ല എന്ന, അതായത് വിലാദത്തിന്റെ ശേഷം പുറപ്പെട്ട രക്തം വളരെ കുറവാണ്, കുറഞ്ഞ സമയം, ഒരു സെക്കൻഡ് സമയം പുറപ്പെട്ടിട്ടുള്ളൂ. എന്നാലും നിഫാസ് പുറപ്പെട്ടവളായി, നിഫാസുള്ളവളായ വലിയ ശുദ്ധി നിർബന്ധമായി. പിന്നെ ആ ഒരു സെക്കൻഡ് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവള് കുളിക്കണം. അങ്ങനെ പിന്നെ അക്സറുഹു അർബഊന യൗമൻ, ഇതില് അക്സർ 40 ദിവസമാണ് നിഫാസ്. അതും ഷാഫി മദ്ഹബുമായി വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിൽ എത്ര അക്സർ 60 ദിവസമല്ലേ, ഗാലിബ് 40 ദിവസമാണ്. ഇതാണെങ്കിലോ അക്സർ തന്നെ 40 ദിവസം. അതിന് വ്യത്യാസമുണ്ട്. ഫമാ സാദ അലാ ദാലിക ഫഹുവ ഇസ്തിഹാദത്തുൻ. അപ്പൊ 40-ൽ അധികം ഉള്ളത് ഇസ്തിഹാദത്താണ്. പ്രസവിച്ചതിന് ശേഷം പുറപ്പെട്ട രക്തം 40-ലധികം നിലനിന്നാല് ഇസ്തിഹാദത്താണ്. അപ്പൊ 40-ലധികം നിലനിന്നാൽ ഇസ്തിഹാദത്ത് എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ആദത്തുണ്ടെങ്കിലോ അതേമാതിരി തന്നെ ഇവിടെയും വരും. അതാ ഇനി പറയുന്നത്. വൈദാ തജാവസ ദമുൽ അർബഈന, ഈ നിഫാസ് രക്തം 40 ദിവസത്തിലധികം നിലനിന്നു.
വഖദ് കാനത്ത് ഹാദിഹിൽ മറയത്തു വലദത്ത് ഖബല ദാലിക, ഈ സ്ത്രീ മുമ്പ് പ്രസവിച്ചിട്ടുമുണ്ട്. വലഹ ആദത്തും മഅറൂഫത്തും ബിൻ നിഫാസി, അവൾക്ക് ഓർമ്മയുള്ള ആദത്തും ഉണ്ട്. അന്നത്ര നിഫാസ് ഉണ്ടായത് എന്നുള്ളത് ഇവൾക്ക് അറിയുകയും ചെയ്യാം, ഓർമ്മ ഉണ്ട്. എന്നാൽ റദ്ദത്തില അയ്യാമി ആദത്തിയ, അവളുടെ ആദത്തിലേക്ക് മടക്കണം. അപ്പൊ അന്ന് 10 ദിവസം ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ 10 ദിവസം അല്ലാതെ പിന്നെ നിലനിന്നത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. 40 ദിവസം എത്തിയിട്ട് പിന്നെ നിലനിൽക്കോ ഇല്ലയെന്ന് നോക്കിയിട്ട് 40ന്റെ മുമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഇസ്തിഹാലത്ത് നിഫാസാണ്. അപ്പൊ ഇവള് 10 എന്താക്കാൻ പറ്റൂല, നിർത്താൻ പറ്റൂല. 40 എത്തിയിട്ട് നിലച്ചില്ല. അപ്പൊ മനസ്സിലായി എന്ത്, 10 ദിവസം വരെ നിഫാസ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നിസ്കാരമൊക്കെ നിർബന്ധമാണ്, എല്ലാം കളാ കിട്ടണം. അതാണ് ഈ പറയുന്നതിന്റെ ആവശ്യം. റദ്ദത്തില അയ്യാമി ആദത്തിയ വൈല്ലം തക്കുല്ലഹ ആദത്തുൻ, എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രസവിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രസവിച്ചു പക്ഷെ നിഫാസ് ഉണ്ടായില്ല. അങ്ങനെ ആദത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ പ്രസവമാണ് അല്ലെങ്കിൽ ആദ്യത്തെ നിഫാസാണ്. നിഫാസിഹ 40 യൗമൻ, അപ്പൊ 40 ദിവസമാണ് ഇവളുടെ ഈ നിഫാസിന്റെ തുടക്കം. അപ്പൊ ആ പ്രസവിച്ചത് മുതൽ, തുടക്കം മുതൽ 40 ദിവസം, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇസ്തിഹാലത്ത്. അപ്പൊ ഇനി ഇരട്ടകളെ പ്രസവിച്ചാലോ, 2, 3, 4 ഒക്കെ കുട്ടികൾ ഉണ്ടായാല് ഏത് കുട്ടീന്റെ ശേഷമുള്ളതാ നിഫാസ്? അവസാനത്തെ കുട്ടീന്റെ ശേഷം ദമ്മ് വന്നാലാണോ, ആദ്യത്തെ കുട്ടീന്റെ ശേഷം ദമ്മ് വന്നാലാണോ നിഫാസ് ആകുക? അതാണ് പറയുന്നത്. ഓമം വലതത്ത് വലതേൻ, ഒരു സ്ത്രീ 2 കുട്ടിയെ പ്രസവിച്ചു. 2 എന്ന് പറഞ്ഞ ഉദാഹരണമാണ്, 2, 3, 4 ഒക്കെ. ഫി ബത്തിനിൻ വാഹിദിന്, ഒരു ഗർഭത്തില് ഉണ്ടായിരുന്ന, അങ്ങനെ ഒരു ഗർഭത്തിലെ 2 കുട്ടീന്ന് എങ്ങനെ അറിയാ? അത് 2ന്റെ ഇടയിൽ 6 മാസത്തിൽ കുറവുണ്ടാവുമ്പോഴാണ്. 2ന്റെ ഇടയിൽ 6 മാസത്തിൽ കുറവാണ് എന്ത് സമയമെങ്കിൽ അത് ഒരു ബത്തിനായി കണക്കൂട്ടും എന്നാണ്. ഫനിഫാസുഹ, അപ്പൊ ഇവളുടെ നിഫാസ് മാഹറജ മിന ദമി, പുറപ്പെട്ട ഒന്നാണ് രക്തത്തിനാൽ. അഖീബൽ വലദിൽ അവലി, ഒന്നാമത്തെ കുട്ടീന്റെ ശേഷം. എന്താ അബി ഹനീഫ അബി യൂസുഫ് ഷെയ്ഖൈന്റെ അടുക്കല് അങ്ങനെ ഒന്നാമത്തെ കുട്ടീന്റെ ശേഷം പുറപ്പെട്ടതാണ് നിഫാസ്. അപ്പൊ 2ാമത്തെ കുട്ടീന്റെ ശേഷം വീണ്ടും ദമ്മ് പുറപ്പെട്ടാലോ, അത് ഇസ്തിഹാലത്താണ്. അത് 40 പൂർത്തിയായിട്ടില്ലെങ്കിൽ, അല്ല ഈ ആദ്യത്തെയും 2ാമത്തതും കൂടിയിട്ടാ 40 പൂർത്തിയായതെന്നുണ്ടെങ്കിൽ ആ 40 കഴിഞ്ഞതിന് ശേഷമുള്ളത്, അങ്ങനെ വിശദീകരണമാണ്. പിന്നെ വഖാല മുഹമ്മദ് വ സുഫർ റളിയല്ലാഹു അൻഹുമാ, ഇമാം മുഹമ്മദും സുഫറും പറഞ്ഞത് നിഫാസുഹ മാ ഖറജ മിനദ്ദമി അഖീബൽ വലദിസ്സാനി, 2ാമത്തെ കുട്ടീന്റെ ശേഷം പുറപ്പെടുന്നതാണ് നിഫാസ്. എന്ന് പറഞ്ഞാൽ അവസാനത്തെ കുട്ടീന്റെ ശേഷം പുറപ്പെടുന്നതാണ് ആ നിഫാസ് എന്ന്. കാരണം എന്താ, അപ്പൊ 1ാമത്തെ കുട്ടീന്റെ ശേഷം പുറപ്പെടുന്നതോ അത് ഇസ്തിഹാലത്താണ്, അങ്ങനെ വരിക. പിന്നെ അതിന് കാരണം എന്ന് പറഞ്ഞാല് നിഫാസ് വിലാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ആ വിലാദത്ത് എന്ന് പറഞ്ഞ പ്രസവം തീരല് അവസാനത്തെ കുട്ടീനെ കൊണ്ടല്ലേ, അതുകൊണ്ടാണ് അതിനോട് ബന്ധപ്പെടും എന്ന് പറഞ്ഞത്. അങ്ങനെ ബാബുൽ ഹൈദ് കഴിഞ്ഞ് ഇനി ബാബുൽ അഞ്ചാസ്, നജസുകളെ കുറിച്ച് പറയുന്ന ബാബ്.